പ്രൈസ് ദ ലോർഡ്. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവമക്കളെ, അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം ആധാരമായി വായിക്കട്ടെ. ഗലാത്യർ 6-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. ഗലീഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 2 and 3. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പി. താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെ താൻ വഞ്ചിക്കുന്നു. പ്രൈസ് ഗോഡ്. നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ദൈവമേ നീ എവിടെയാ? നമുക്ക് തന്നെ തോന്നും സ്വർഗം നമ്മുടെ മുമ്പിൽ ക്വയറ്റായിപ്പോയോ എന്ന്. ഒരു ലോങ് ആൻഡ് ക്വയറ്റ് സ്ട്രെച്ച് ഓഫ് സൈലൻസ് നമുക്കറിയാം മലാഖിയുടെയും മത്തായിയുടെ സുവിശേഷത്തിൻ്റെയും മധ്യത്തിലുണ്ടായി. അതായത് നിശബ്ദതയുടെ കാലഘട്ടമായിരുന്നു. ഒരു ശബ്ദവും കേൾപ്പാനില്ലായിരുന്നു. ഒരു വെയിറ്റിംഗ് പീരീഡായിരുന്നു. പക്ഷെ ഓർത്തോണം, ഗോഡ് വാസ് നോട്ട് ആബ്സെൻറ്റ്, ഹി വാസ് അറ്റ് വർക്ക്. സംസാരിക്കാത്ത ദൈവമായിട്ട് അവൻ മാറിയില്ല. ദൈവം പ്രിപ്പയർ ചെയ്യുക, അവൻ അലൈൻ ചെയ്തുകൊണ്ടിരിക്കുക. നിശബ്ദതയെ ഭേദിക്കുന്നൊരു ശബ്ദം, ഒരു പുതിയ വാക്ക് തൻ്റെ ജനത്തിനു വേണ്ടി പുറത്തു കൊണ്ടുവരുവാൻ താൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം സക്രിയാൻ്റെയും എലിസബത്തിൻ്റെയും കാര്യം, അല്ലേ? പ്രൈസ് ഗോഡ്. ഒത്തിരി കാലത്തെ സൈലൻസിന് ശേഷം ഒരു ഫ്രഷ് വേർഡ് വന്നു. പക്ഷേ ആ കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു പ്രായമായ കപ്പിളുമായിട്ട് ചേർന്നാണ്. സക്രിയാവ് ടെമ്പിൾ ഡ്യൂട്ടിയിലായിരുന്നു. കൂറിൻ്റെ ക്രമപ്രകാരം താനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ താൻ ധൂപം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ തനിക്ക് ഒരു ഉത്തരം കിട്ടി. എലിസബത്തിന് പബ്ലിക് ഷെയിമുണ്ട്, ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ കാണുന്നത് അവർ പരമാർത്ഥികളായിരുന്നു. ദൈവം പറഞ്ഞതെല്ലാം അവർ അനുസരിക്കുമായിരുന്നു. അവർ ഒരു കുഞ്ഞില്ലാതെ കാത്തിരിക്കുമായിരുന്നു. അതിനുവേണ്ടി നാളുകൾ അവർ പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുന്നതിൽ അവർ വളരെ ഉത്സാഹം കാണിക്കുന്നവരായിരുന്നു. വചനം പറയുന്നത് കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. പക്ഷേ 20 വയസ്സ് എന്ന് വൃദ്ധരായി. എലിസബത്ത് അച്ചിയുമാണ് എന്നാണ്. പക്ഷേങ്കിൽ ദൈവിക ശുശ്രൂഷയിൽ അവർ ഓരോ ഉഴപ്പും കാണിച്ചില്ല. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നാട്ട്, നീ ഞങ്ങളോട് സംസാരിച്ചാട്ട്, എന്നിട്ട് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യാമെന്ന് നമ്മളെപ്പോലെ അവർ പറഞ്ഞില്ല. ഒരത്ഭുതത്തിൻ്റെ മുമ്പിൽ അവർ വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണമേ. അങ്ങനെ നിന്നപ്പോൾ ആ ലോങ് സൈലൻസ് ദൈവം ബ്രേക്ക് ചെയ്തു. ഹല്ലേലൂയ. ഈ ഒരു പിക്ചർ ഒന്ന് സങ്കല്പിച്ചേ ദൈവമക്കളെ. നമ്മൾ സ്റ്റക്കായി എന്ന് തോന്നുമ്പോൾ നമ്മൾ യാഗപീഠത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്, ശരി തന്നെ. ദൈവത്തെ സെർവ് ചെയ്യുന്നുണ്ട്, ശരി തന്നെ. ചർച്ചിൻ്റെ പ്രയറും നിൻ്റെ കൂടെ ഉണ്ട്, ശരി തന്നെ. പക്ഷേ ഒരു കാര്യം ചെയ്യണം, നമ്മൾ ഫീൽ ചെയ്യുന്നതനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ വിശ്വസിക്കുന്നതനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഫീലിങ്സ് അത് റൈസ് ചെയ്യും, അത് ഫോൾ ചെയ്യും, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, സിക്സായിട്ട്. എന്നാൽ ഫെയ്ത്ത് അങ്ങനെ അല്ല. നിശബ്ദത നമ്മളെക്കൊണ്ട് തിയോളജി റീറൈറ്റ് ചെയ്യിപ്പിക്കരുത് കേട്ടോ.
ദൈവം ആരാണെന്ന് ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. ദൈവത്തിൻ്റെ കൃപ ഒരു വിഷയത്തിന്മേൽ ദൈവം കാണിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അത് വലിയ അത്ഭുതങ്ങളെ കാണുവാൻ നമുക്ക് ഇടയാകും. നൈറ്റ് ടൈം വറീസൊക്കെ ഡേ ടൈമിൽ നല്ല ക്ലാരിറ്റിയോടെ ദൈവം കാണിച്ചു തരും. ക്വയറ്റ് സീസണിലും നാം ദൈവത്തിൻ്റെ ക്യാരക്ടർ മനസ്സിലാക്കി ടെൻഷൻ പിടിക്കാതെ നമ്മുടെ വേദന ദൈവത്തിൻ്റെ മുമ്പിൽ തുറന്നു കാട്ടണം. ഗോഡ് ഹീൽസ് ആൻഡ് ഐ എം സ്റ്റിൽ വെയിറ്റിംഗ്. ദൈവം സത്യം എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ഭാഗ്യം തരും. ദൈവം വിശ്വസ്തന. ഫെയ്ത്ത് നമ്മളോട് എപ്പോഴും പറയുന്നത് തന്നെ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന്. ഫീലിങ്സ് എങ്ങനെയുമായി പോയിക്കോട്ടെ, നമ്മളെപ്പോഴും വചനവുമായി റീഓറിയൻറ്റ് ചെയ്യണം. സൈലൻസ് നമ്മെ ഡിസോറിയൻറ്റ് ചെയ്യും. അതുകൊണ്ടാണ് എല്ലാ കാര്യത്തിലും നമുക്കൊരു ഫിക്സ്ഡ് റെഫറൻസ് വേണം. ദൈവം സത്യമാണ്, വചനം സത്യമാണ്. നാം അതനുസരിക്കുവാൻ തുടങ്ങിയാലുണ്ടല്ലോ, ഈ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കും. വചനം ഒരു ദീപം പോലെ നിന്ന് നമുക്ക് ഹോൾ റോഡ് കാണാൻ മേലെങ്കിലും നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വചനം നമുക്ക് കാണിച്ചു തരും. ഒരു കപ്പലിൻ്റെ നങ്കൂരം പോലെ, കാറ്റും കോൾ പിടിക്കുമ്പോൾ കപ്പൽ മറിയാതെ ആ നങ്കൂരം സൂക്ഷിക്കുന്നത് പോലെ. അതായത് കുഞ്ഞെ, നീ നിൻ്റെ ഫോണിലെ ചാറ്റ് നോക്കുന്നതിന് മുമ്പ് നിനക്ക് ബൈബിളൊന്ന് തുറക്കാൻ പറ്റുമോ? ദൈവം തന്നിരിക്കുന്ന ആ വചനഭാഗം ഒന്ന് വായിക്കാൻ പറ്റുമോ? എവിടെയൊക്കെ കറക്ഷൻസ് ആവശ്യമുണ്ടോ അതെല്ലാം ഏറ്റെടുക്കാൻ പറ്റുമോ? ഇൻസ്പിറേഷൻ ഒന്നും കിട്ടുന്നില്ലെങ്കിലും തോന്നുന്നില്ലെങ്കിലും വചനം ഓറിയൻറ്റ് ചെയ്യുന്നത് നിനക്ക് ഗുണകരമായി തീരും. ഇമോഷൻസൊക്കെ ചിലപ്പോൾ ശബ്ദമുഖരിതമായി തീരാം, പക്ഷേ ഉറപ്പോടെ സ്റ്റഡിയായിട്ട് നിർത്തുന്നതും വചനമാണ്. അതുകൊണ്ട് കൊച്ചു കറക്ഷൻസ് പോലും നാം ഏറ്റെടുക്കണം. വിശ്വസിക്കുന്നവരുമായിട്ടുള്ള നമ്മുടെ ഇടപാടുകൾ നമ്മെ വിശ്വാസമുള്ളവരാക്കും. സക്രിയാവ് തൻ്റെ പ്രീസ്ലി ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ജനം പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനുത്തരം കിട്ടി. സക്രിയാവേ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. സ്തോത്രം. അങ്ങനെ അവന് ലഭിച്ച പൈതലാണ് യോഹന്നാൻ സ്നാപകൻ. തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പേജും തിരിക്കുമ്പോൾ ആ പേജിൽ കൂടെ നാം വായിച്ചെടുക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം നമുക്ക് തന്ന വചനമാണ്. ദൈവം നമുക്ക് തന്ന പ്രോമിസസാണ്. ഹല്ലേലൂയ. നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ ദൈവം നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. സെഖറിയ ഒരു മകന് വേണ്ടി ചോദിച്ചു. റൈറ്റ് ടൈമിൽ ദൈവം അവന് യോഹന്നാനെ കൊടുത്തു. കർത്താവിന് വഴി ഒരുക്കുന്നവനായിരുന്നു, ഒരു ഫോർ റണ്ണറായിരുന്നു താൻ. ദൈവം പ്രവർത്തിക്കുന്നത് കറക്റ്റ് ടൈമിലാണ്. ദൈവം ഇതിലെ നോട്ട് ഹറീഡ്, നോട്ട് ലേറ്റ്, ബട്ട് അറ്റ് ദ റൈറ്റ് ടൈം. തന്നെയുമല്ല, ആ ഉത്തരം നമ്മൾ ചോദിച്ചതിലും നനച്ചതിലും വലുതായിട്ടുള്ള ഉത്തരമായിരിക്കും. അതുകൊണ്ട് ദൈവത്തെ സെർവ് ചെയ്യുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, വർഷിപ്പ് ചെയ്യുന്നതിൽ ഒന്നും മടി കാട്ടരുതേ. ദൈവം സകലവും തൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്ത് തീർക്കും. പ്രൈസ് ഗോഡ്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സൈലൻസിൻ്റെ മധ്യയും ദൈവം
വലിയവ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ആ ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങളുടെ ജീവിതത്തെ പണിയുന്നതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ഞങ്ങളെ നീ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.